Lord Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രം തയ്യാറാക്കുന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് യേശുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം മക്കളെ ഭയപ്പെടരുത് എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിന്റെ ചുരുൾ വിടർത്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആരാധന, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കൈകളടിച്ച് പാടുന്നു. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരി വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. ചേർന്ന് പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരി വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. ആത്മാവേ, ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ. വരദാന സമൃദ്ധി നൽകും പരിശുദ്ധാത്മാവേ. ആത്മാവേ, ആത്മാഭിഷേകം എന്നിൽ ചൊരിയൂ. വരദാന സമൃദ്ധി നൽകും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരി വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരി വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവായ ദൈവമേ, സഹനശക്തിയും ക്ഷമാശീലവും ഞങ്ങൾക്ക് നൽകണമേ. ലോകശക്തിയെ തോൽപ്പിക്കാൻ അഭിഷേകം നൽകണമേ. തിന്മകളെ ശാസിക്കാൻ അഭിഷേകം നൽകണമേ. പിശാചിനെ തലയെ അടിക്കാൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, സകലശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. സകലശക്തിയും ക്ഷമാശീലവും എന്നിൽ നിറച്ചിടൂ. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കും, ആത്മശക്തിയാൽ എന്നെ വളർത്തും, ദൈവഭക്തിയിൽ എന്നെ വളർത്തും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ പാടുന്നു, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു, ശക്തിയോടെ ഉണർവോടെ. നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വലിയ സ്നേഹത്തോടെ വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആരാധന പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ ആത്മാവേ, ശക്തിപ്പെടുത്തണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ, ഈ വചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഓരോ മകന്റെയും മകളുടെയും മേൽ അങ്ങ് സ്നേഹത്തോടെ ആവസിക്കണമേ. ഹൃദയത്തെ അങ്ങ് തുറക്കണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ. വിശുദ്ധ സ്ലീഹന്മാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പഴയ നിയമത്തിലെ ഏലി എന്ന പുരോഹിതന്റെ ജീവിതത്തെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ കാലത്ത് പുരോഹിതന്മാർ വിവാഹം കഴിച്ചിരുന്നു. ഏലിക്ക് ദൈവം 2 മക്കളെ നൽകി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും ശക്തിയും നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഏലി പുരോഹിതൻ. ഏലിയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഏലിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഏലി ദേവാലയ വാതിൽക്കൽ ഒരു പീഠത്തിൽ ഇരിക്കുന്ന ഒരു മനോഹരമായ രംഗമാണ് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോ ഹന്നയെ ആദ്യം ഏലി തെറ്റിദ്ധരിച്ചു. എന്ന് പറഞ്ഞാൽ ഹന്ന പ്രാർത്ഥിക്കുമ്പോ ഹന്നയുടെ അധരങ്ങൾ ചലിച്ചു, അധികം സ്വരം പുറത്തേക്ക് വന്നില്ല. അപ്പോൾ ഏലി വിചാരിച്ചു അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഹന്നയെ ഏലി ശാസിക്കുന്ന രംഗമുണ്ട്. പക്ഷേ ഹന്ന എളിമപ്പെട്ട് താൻ മദ്യപിച്ചിട്ടില്ല എന്നും ദൈവസന്നിധിയിൽ തന്റെ ഹൃദയവേദകൾ ചൊരിയുകയാണെന്ന് പറഞ്ഞപ്പോ ഏലി ഹൃദയം തുറന്ന് ഹന്നയെ അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. അതോടുകൂടി ഹന്നയുടെ ജീവിതത്തിലെ തടസ്സമെല്ലാം മാറി. ഒരുപാട് വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഉണ്ടായ കുട്ടിയുടെ പേരാണ് സാമുവേൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ സാമുവേലിനെ ഹന്നയ്ക്ക് ലഭിച്ച ശേഷം വീണ്ടും ഏലി ഹന്നയെയും എൽക്കാനയെയും അനുഗ്രഹിച്ചിരുന്നു. അത് സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവിന് സമർപ്പിച്ച ഈ കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചിരുന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് പോകും. കർത്താവ് ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ബാലനായ സാമുവേലാകട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഏലി പുരോഹിതന് ദൈവം പ്രത്യേകമായ അഭിഷേകങ്ങളും കഴിവുകളും വരങ്ങളെല്ലാം നൽകിയിരുന്നു. ഏലി പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവശക്തി പ്രവഹിച്ചിരുന്നു. പക്ഷേ ഈ ഏലി പുരോഹിതന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചില പാളിച്ചകൾ കൂടി നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ട, ഒരുപക്ഷെ ഈ വചനം കേൾക്കുക നിങ്ങൾ ദൈവസന്നിധി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. ദൈവം നിങ്ങളുടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് ആവശ്യമായ ശിക്ഷണം നമ്മൾ നൽകിയില്ലെങ്കിൽ, നമ്മൾ മക്കളെ ഭയപ്പെട്ട് ദൈവത്തെക്കാൾ അധികം മക്കൾക്ക് പ്രാധാന്യം നൽകിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ തകർച്ചയെ കുറിച്ച് ഏലി പുരോഹിതന്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 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 ഏലിയുടെ മക്കൾ ഫിനെഹാസും ഹോഫ്നിയും, ഈ 2 മക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്. വളരെ സങ്കടകരമായ ഒരു വചനമാണത്. 2 സാമുവേൽ അതിന് 2-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം എങ്ങനെയാണ്: ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ രീതി അനുസരിച്ച് അപ്പൻ പുരോഹിതനാണെങ്കിൽ മക്കളും പുരോഹിതരായിട്ട് മാറും. ഈ 2 പേരും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന മക്കളാണ്. പക്ഷെ അവർ ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്ത ആൾക്കാരായിരുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ 1-ാം പ്രമാണം ലംഘിക്കുന്ന വ്യക്തികളായിരുന്നു അവര്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാത്ത വ്യക്തികളായിരുന്നു ഈ 2 മക്കൾ. ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ്? ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് 1-ാം പ്രമാണം ലംഘിച്ച ഈ വ്യക്തികളെ കുറിച്ച് പറയുന്ന അടുത്ത പാപം ഇതാണ്: അവരോട് തന്നെ 6-ാം പ്രമാണം ലംഘിച്ചു. ഏലി പ്രവാചകന്റെ 2 മക്കളായ ഫിനെഹാസും ഹോഫ്നിയെയും കുറിച്ച് സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് 22 മുതലുള്ള വാക്യങ്ങൾ: ഏലി വൃദ്ധനായി. തന്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവർ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-ാം പ്രമാണം ലംഘിച്ച ആ 2 മക്കൾ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 6-ാം പ്രമാണവും ലംഘിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ അനേക കുടുംബങ്ങളിൽ ഇതുപോലത്തെ വലിയ വിപത്തുകൾ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് മക്കളെ ഭയപ്പെടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഗൗരവപൂർവ്വം ദൈവസന്നിധി ചിന്തിക്കുന്ന ഒരു വിഷയമാണത്.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇന്നും എനിക്കറിയാം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരുടെ മക്കൾ ചില പാപങ്ങൾ ചെയ്തത് അറിഞ്ഞിട്ടും മക്കളെ തിരുത്താത്ത മാതാപിതാക്കളുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ, നമ്മുടെ ആത്മീയ ജീവിതം അത് ഒരു ചിട്ടയും അടുക്കുമില്ലാതെ തോന്നിവാസ രീതിയിൽ പോവുകയും ആത്മീയ കാര്യങ്ങളെയും ആത്മീയ ശുശ്രൂഷകളെയും പരിഹസിക്കുകയും ദൂഷണം പറയുകയും ചെയ്യുന്ന മക്കൾ നമുക്കുണ്ടെങ്കിൽ അവരെ നമ്മൾ വേണ്ടവണ്ണം തിരുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, ആ കുടുംബത്തിലെ മക്കൾ പലതരത്തിലുള്ള തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് വീണുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലി എന്ന് പറയുന്ന അതിശക്തനായ പുരോഹിതന്റെ ഈ 2 മക്കൾക്ക് വന്ന വലിയ പാളിച്ചകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഈ മക്കളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അച്ഛൻ കൊണ്ടുവരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഏലി പുരോഹിതൻ മക്കള് ഈ ഒരു 6ാം പ്രമാണം ലംഘിച്ചത് കണ്ടു കഴിഞ്ഞപ്പോ അവരെ വിളിച്ചു വാൺ ചെയ്തു. അതിങ്ങനെയാണ് പറയണത്, 23, 24 വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി ഓരോരുത്തര് പറയുന്നത് ഞാൻ കേൾക്കുന്നു. മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ പറ്റി ദൈവജനം പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല. 25-ാമത്തെ വാക്യം, അതെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വാക്യമാണ്. ഏലി പറഞ്ഞു കൊടുക്കുകയാണ്, മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവം അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കും. കർത്താവിനോട് പാപം ചെയ്താൽ ആര് മധ്യസ്ഥം വഹിക്കും? അടുത്ത വചനം എങ്ങനെയാണ്? പക്ഷേ അവർ പിതാവിന്റെ വാക്കു കേട്ടില്ല. പിതാവിന്റെ വാക്ക് കേട്ടില്ല. അതിന്റെ ഒരു കാരണം, 1ാം പ്രമാണം പല പ്രാവശ്യം ലംഘിച്ച് ദൈവദൂഷണം നടത്തി ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തെ ധിക്കരിച്ച ആ മക്കളുടെ മേൽ ഒരു പ്രത്യേക തിന്മയുടെ അരൂപി കൊണ്ടു. നമുക്കറിയാം, ഇംഗ്ലീഷിൽ 1ാം പ്രമാണ ലംഘനത്തിന്, വിഗ്രഹാരാധനയ്ക്ക് ഐഡോളട്രി എന്നാണ് പറയുന്നത്. 6ാം പ്രമാണത്തിന് അഡൾട്ടറി എന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ ഒരു പറച്ചിൽ തന്നെ ഒരു സാമ്യമുണ്ട്. ഐഡോളട്രിയും അഡൾട്ടറിയും, ഈ 2 പാപങ്ങൾക്ക് പരസ്പരം വലിയൊരു ബന്ധമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഏലിയുടെ മക്കൾ 1ാം പ്രമാണം ലംഘിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ 6ാം പ്രമാണം ലംഘിച്ചു. 6ാം പ്രമാണം ലംഘിക്കുന്നത് മനസ്സിലാക്കിയപ്പോ അപ്പൻ അവരെ വിളിച്ച് വാൺ ചെയ്തു. പക്ഷേ 1ാം പ്രമാണം ലംഘിച്ചപ്പോ വേണ്ടവണ്ണം മക്കൾക്ക് തിരുത്തൽ കൊടുക്കാൻ ഏലിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് ഏലിയുടെ ഒരു പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വ്യക്തമാകുന്നത് വീണ്ടും 2-ാമത്തെ അധ്യായത്തിൽ ഒരു ദൈവദൂതൻ, ദൈവം അയച്ച ഒരു വ്യക്തി ഏലിയുടെ അടുത്തേക്ക് വരികയാണ്. ഏലിയുടെ അടുത്തേക്ക് വന്ന് ചില കാര്യങ്ങൾ അദ്ദേഹം ഏലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അച്ഛൻ വായിച്ചു കേൾപ്പിക്കാം. 1 സാമുവേൽ 2-ാമത്തെ അധ്യായത്തിൽ 27 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്റെ പിതാവിന്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തി. എന്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എന്റെ മുമ്പിൽ ഏഫോദ് ധരിക്കാനും ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ എന്റെ പുരോഹിതനായി തെരഞ്ഞെടുത്തു. ഇങ്ങനെ ദൈവം ഒരു ഗോത്രത്തെ പ്രത്യേകമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വിളിച്ച കാര്യമെല്ലാം ആ ദൈവദൂതൻ വന്ന്, ദൈവത്തിന്റെ മനുഷ്യൻ വന്ന് പറയുകയാണ്. എന്നിട്ട് 29-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഏലിയുടെ മുഖത്ത് നോക്കി ദൈവത്തിന്റെ ആ ദൂതൻ ഇപ്രകാരം പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരോടും ദൈവം ചോദിക്കുകയാണ്, എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ ബഹുമാനിക്കുന്നത് എന്ത്? ഇന്ന് പല രാജ്യങ്ങളിലും ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ പല കുടുംബങ്ങളെയും കാണുമ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യം ഇതാണ്. അനേക കുടുംബങ്ങൾ ദൈവത്തെക്കാൾ അപ്പുറത്ത് മക്കൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നാനോ ദൈവത്തിന്റെ കൽപ്പനകളിൽ വെള്ളം ചേർക്കാനോ ഒരു മടിയും ഒരു ലജ്ജയും ഇല്ലാത്ത തരത്തിൽ ചില കുടുംബങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ന് പല കുടുംബങ്ങൾക്കും ഭയമാണ്, മക്കൾ 10, 18, 20 വയസ്സായി കഴിഞ്ഞാൽ മാറിപ്പോകുമോ, വേറെ വീട്ടിൽ പോയി താമസിക്കുമോ. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് മാതാക്കന്മാർക്ക് പേടിയായത് കാരണം മക്കളെങ്ങാനും വേറെ പോകുമോ, ഞങ്ങളെ നോക്കാൻ ആരും കാണാതിരിക്കുമോ എന്നെല്ലാം വിചാരിച്ചതുകൊണ്ട് മക്കൾ ചെയ്യുന്ന പല പാപങ്ങളും തിരുത്തി കൊടുക്കാൻ പോലും മാതാക്കന്മാർക്ക് പറ്റുന്നില്ല. മക്കൾ ദൈവദൂഷണം പറഞ്ഞു എന്ന് അറിഞ്ഞിട്ടും അവരെ തിരുത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഏലിയുടെ മുഖത്ത് നോക്കി അദ്ദേഹം ചോദിക്കുകയാണ്, ദൈവദൂതൻ ചോദിക്കുകയാണ്, എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ റോമിൽ തടിച്ചുകൂടിയ
ലക്ഷക്കണക്കിന് ദമ്പതികളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ കുടുംബത്തിൽ ഉറക്ക ബൈബിൾ വായിക്കാൻ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ശക്തമായി ദൈവത്തിന്റെ വചനവും ദൈവിക കാര്യങ്ങളും കുടുംബത്തിൽ പകർന്നു കൊടുക്കണമെന്ന് മാർപ്പാപ്പ ദമ്പതികൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇന്ന് അനേക കുടുംബങ്ങൾക്ക് ഒരു ഭയമാണ്, മക്കളെ ഭയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയുടെ മുഖത്ത് നോക്കി ചോദിച്ച അതേ ചോദ്യം ഇന്ന് അനേകരുടെ മുഖത്ത് നോക്കി ദൈവം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നേക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ഭയപ്പെടുന്നത്? ഇങ്ങനെ ഭയപ്പെട്ടത് കൊണ്ട് സംഭവിക്കുന്ന വലിയൊരു വിപത്ത് 1 സാമുവേൽ 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ദൈവം നേരിട്ട് സാമുവേൽ എന്ന ബാലനിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം സാമുവേലിലൂടെ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യം ഇതാണ്, മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്ന് ഞാൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, സാമുവേൽ പ്രവാചകന് ലഭിച്ച ആദ്യത്തെ ഒരു അരുളപ്പാട് തന്നെ ഇതാണ്. സാമുവേൽ ബാലനായിരുന്നു. ബാലനായ സാമുവേലിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഏലിയുടെ കുടുംബത്തിന് വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. തിരിച്ചറിയണം, മക്കൾ ദൈവദൂഷണം പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവരെ തിരുത്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ ദൈവദൂഷണം പറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവരെ തിരുത്താത്തതാണ് മാരകമായ പാപം. ആ 1-ാം പ്രമാണം ലംഘിച്ചപ്പോൾ തന്നെ മക്കളെ തിരുത്തിരുന്നെങ്കിൽ അവർ 6-ാം പ്രമാണം ലംഘിക്കാൻ പോകുകയില്ലായിരുന്നു. തകർച്ചയുടെ മേൽ തകർച്ച വരികയില്ലായിരുന്നു. ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അശ്രദ്ധയോടെയാണ് അവർ കർത്താവിന്റെ അർച്ചനയെ വീക്ഷിച്ചത്. അത്ര അശ്രദ്ധയോടെ കർത്താവിന്റെ അർച്ചനയെ അവർ വീക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ കുർബാനയെ കുറിച്ച് നെഗറ്റീവായിട്ട് കമന്റുകൾ പറയുകയും വചന ശുശ്രൂഷകളെ കുറിച്ച് ഒരുപാട് മോശ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നമ്മളും ഈ ദൈവദൂഷണത്തിൽ പങ്കുചേരുകയാണ്. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കൾ ദൈവദൂഷണം പറയുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും അവരെ തിരുത്താത്തത് കൊണ്ട് എന്നേക്കുമായി നിന്റെ കുടുംബത്തിന്റെ മേൽ ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് ദൈവം പറഞ്ഞത്. എല്ലാവർക്കും മാതൃകയായി നമ്മൾക്കെല്ലാം ഒരു വാണിംഗ് ആയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും കാണുന്ന ഒരു സംഭവം ഇതാണ്, ഫിലിസ്ത്യരുമായി ഇസ്രായേൽക്കാര് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഫിലിസ്ത്യര് ഇസ്രായേൽക്കാരെ ശക്തമായ തരത്തിൽ തന്നെ പരാജയപ്പെടുത്തി 30,000-ഓളം ആൾക്കാരെ വധിച്ചു. വാഗ്ദാന പേടകം പിടിച്ചെടുത്തു. ഹോഫ്നെയും ഫിനെഹാസിനെയും അവർ വധിച്ചു കളഞ്ഞു. ഈ ഒരു വാർത്ത ഏലി എന്ന വൃദ്ധന്റെ അടുത്ത് ഒരു ദൂതൻ വന്ന് പറഞ്ഞപ്പോ ബൈബിൾ പറയാണ്, ഏലി ചങ്ക് പൊട്ടി മരിച്ചു, കഴുത്തൊടിഞ്ഞ് മരിച്ചു, പുറത്തേക്ക് മറിഞ്ഞു വീണ് അദ്ദേഹം പുറകോട്ട് മറിഞ്ഞു വീണ് മരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1-ാം പ്രമാണ ലംഘനം അത്രയും ഗൗരവമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ യുവതിവാക്കന്മാര് ദൈവദൂഷണം പറയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ മക്കൾ 1-ാം പ്രമാണം പലതരത്തിൽ ലംഘിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവരെ വിളിച്ചു വേണ്ട വിധത്തിൽ ശാസിക്കാനും വേണ്ട വിധത്തിൽ തിരുത്താനുമുള്ള അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ 1-ാം പ്രമാണം, പ്രത്യേകിച്ച് ദൈവ ശുശ്രൂഷകളെ നിസാരമായി കരുതുകയും, കുടുംബ പ്രാർത്ഥനയായിരിക്കാം, ദേവാലയത്തിലുള്ള ശുശ്രൂഷകളായിരിക്കാം, ആത്മീയ കാര്യങ്ങളായിരിക്കാം, അവയെ നിസ്സാരമായി കരുതുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അനുദപിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ ഭയപ്പെടരുത്, ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് അനുതാപത്തോടെ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഏലി വലിയ വ്യക്തിയായിരുന്നു, അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തി, ഒരു പുരോഹിതനായിരുന്നു. 2 മക്കളുണ്ട്. പക്ഷെ ആ മക്കൾക്ക് വേണ്ടവണ്ണം മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. മക്കൾക്ക് 1-ാം പ്രമാണ ലംഘനം വന്നപ്പോൾ അവരെ തിരുത്താൻ പറ്റിയില്ല. 6-ാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് തിരുത്തിയെങ്കിലും വേണ്ട സമയത്ത് വേണ്ടവണ്ണം തിരുത്താൻ പറ്റിയില്ല. വലിയ വലിയ മാരകമായ പാപത്തിലേക്ക് അവർ വീണുപോയി. കുടുംബം വലിയ തകർച്ചയിലേക്ക് പോയി. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ തകർച്ചയുടെ ഒരു കാരണം ഇതാണെങ്കിൽ ഈ സമയത്ത് വീണ്ടും പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് കരുണ കാണിക്കണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കഴുകണം.
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കഴുകണം, മക്കളെ കഴുകണം, യുവതിവാക്കന്മാരെ കഴുകണം. കരങ്ങൾ രണ്ടും തുറന്ന്, ഹൃദയം തുറന്ന് എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെല്ലാം നവീകരിക്കാൻ പറ്റുമെന്നുള്ള വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഹൃദയം നുറുങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഹോളി സ്പിരിറ്റ്, നിറഞ്ഞു കവിയണമേ. ആത്മാവേ, ഒഴുകണമേ. മക്കളിലേക്കും യുവതിവാക്കന്മാരിലേക്കും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവേ, കുഞ്ഞുങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ജീവന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, നവീകരിക്കുന്ന ആത്മാവേ, പുതുവിക്കുന്ന ആത്മാവേ, കെട്ടുകൾ പൊട്ടിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന് നമ്മുടെ തലമുറയെ അടിമ വെക്കുക, അടിയറ വെക്കുക, എളിമപ്പെടുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യുവതിവാക്കന്മാരെയും പ്രത്യേകം അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അങ്ങേക്ക് പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഏറ്റെടുക്കണമേ, കരുണ കാണിക്കണമേ, ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയെ, പ്രിയപ്പെട്ട മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Lord Jesus. ദിവ്യകാരുണ്യമേശുവേ, നിന്നെ ആരാധിച്ചു സ്തുതിക്കുന്നു. കൈകൾ കൂപ്പി വിശ്വാസമോടെ ഞാൻ നിൻ മുൻപിൽ നിന്നു പ്രാർത്ഥിപ്പൂ. സ്നേഹമേ, എൻ്റെ ജീവനേ, ആത്മസൗന്ദര്യമേകണേ. സ്നേഹമേ, എൻ്റെ ജീവനേ, ആത്മസൗന്ദര്യമേകണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവം ഇന്ന് നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെയും ഇന്നും എന്നും ഒരേ ആളായ യേശു ക്രിസ്തു ആണ് ഇവിടെ എഴുന്നള്ളിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മുടെ ഹൃദയവും മനസ്സെല്ലാം നമുക്ക് തുറന്നു കൊടുക്കാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 1-ാം വാക്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിന്റെ ലെബനോന് നിന്റെ വാതിലുകൾ തുറക്കുക, അഗ്നി അതിന്റെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ.
വാതിലുകൾ തുറന്നു കൊടുക്കുക. കുടുംബത്തിന്റെ വാതിലുകൾ, ഹൃദയത്തിന്റെ വാതിലുകൾ, മനസ്സിന്റെ വാതിലുകളെല്ലാം ഈശോയ്ക്ക് തുറന്നു കൊടുക്കുകയാണ്. ഈശോ എല്ലായിടത്തും രാജാവായിട്ട് വന്ന് എല്ലാ തരത്തിലുള്ള കെട്ടുകളും പൊട്ടിക്കട്ടെ, എല്ലാ തരത്തിലുള്ള ദുരദുഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഈ സമയത്ത് പലതരം തടസ്സങ്ങളിൽ കഴിയുന്ന മക്കൾ, നിങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. വിവാഹ തടസ്സങ്ങൾ, വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അന്ധകാരശത്തിലുള്ള ഉപദ്രവങ്ങൾ, പാപദുശീലങ്ങൾ, അത്തരത്തിലുള്ള പല പ്രതിസന്ധി കഴിയുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്ന സമയം 2 കരങ്ങളും ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, ആത്മസൗന്ദര്യമേകണേ സ്നേഹമേ എൻ്റെ ജീവനേ ആത്മസൗന്ദര്യമേകണേ. Come, Lord Jesus.